ജോലി ഇനി മുതൽ ഹിന്ദുക്കൾക്ക് മാത്രമാണ്. ക്ഷേത്ര ഫണ്ടിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിൽ ഹിന്ദുക്കൾക്ക് മാത്രം ജോലി നൽകിയാൽ മതി. പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടതിയാണ്. ഈ ഉത്തരവിനെതിരെ വിമർശനങ്ങളുടെ കുത്തൊഴുക്ക് തന്നെയാണ്. ഏത് ഭരണഘടനയിലാണ് ഹിന്ദുക്കൾക്ക് മാത്രമേ അർഹതയുള്ളൂ എന്ന് പറയുന്നതെന്നാണ് വിമർശനം. തമിഴ്നാട് ദേവസ്വം വകുപ്പിന്റെ കീഴിലുള്ള ചെന്നൈ കുളത്തൂരിലെ കപാലീശ്വർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അസിസ്റ്റന്റ്, ജൂനിയർ അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ്, ഓഫീസ് അസിസ്റ്റന്റ്, വാച്ച്മാൻ, ക്ലീനർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. തസ്തികകളിലേക്ക് ഹിന്ദുക്കൾക്ക് മാത്രമേ അപേക്ഷിക്കാവൂ എന്ന നിബന്ധനയും ഉണ്ടായിരുന്നു. ഇതിനെതിരെ സുഹൈൽ എന്നയാളാണ് ഹർജി നൽകിയത്. ദേവസ്വം വകുപ്പിന്റെ നിബന്ധന മൂലം മുസ്ലിം സമുദായത്തിൽപ്പെട്ട തനിക്ക് ഓഫീസ് അസിസ്റ്റന്റ് ജോലിക്ക് അപേക്ഷ നൽകാനാവില്ലെന്നും വിജ്ഞാപനം റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഹിന്ദുക്കൾക്ക് മാത്രം അപേക്ഷിക്കാമെന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. വിദ്യാഭ്യാസ സ്ഥാപന നിയമനങ്ങൾക്ക് ദേവസ്വം വകുപ്പ് നടപടിക്രമം ബാധകമല്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ക്ഷേത്ര ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച കോളേജിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ നിയമനത്തിന് അർഹതയുള്ളൂവെന്നും ഹിന്ദു ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് അനുസരിച്ച് ഇത് മതസ്ഥാപനമായതിനാൽ ഹിന്ദുക്കളെ മാത്രമേ ജീവനക്കാരായി നിയമിക്കാൻ കഴിയുമെന്നും കോടതിയെ ബോധിപ്പിച്ചു. പക്ഷേ ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ നിയമനത്തിന് അർഹതയുള്ളൂ എന്ന് പറഞ്ഞ് ജസ്റ്റിസ് വിവേക് കുമാർ സിംഗ് ഹർജി തള്ളുകയായിരുന്നു. ഒരിടത്ത് വഖഫ് ബോർഡ് സ്വത്തുവകകൾ പിടിച്ചെടുക്കുമ്പോൾ മറുഭാഗത്ത് ഹിന്ദുക്കൾക്ക് മാത്രം ജോലി നൽകി മതസ്ഥാപനങ്ങൾ കുമ്പുകോർക്കുകയാണ്.